എവരിവൺ. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ ഒരു വെള്ളയപ്പം അല്ലെങ്കിൽ ഒരു കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് കള്ളില്ലാതെ എങ്ങനെ നമുക്കത് ചെയ്യാമെന്ന് നോക്കാം. വെള്ളയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2 കപ്സ് റോ റൈസ് ഏകദേശം ഒരു 8 hours വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് ഡ്രെയിൻ ചെയ്ത് വെള്ളം വാലാൻ വെച്ച റൈസാണിത്. നമ്മൾക്ക് ഈ അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നല്ല പച്ചരി യൂസ് ചെയ്യണം. ഒന്നിൽ ദോശ റൈസ് അല്ലെങ്കിൽ ഇഡ്ലി റൈസ് അല്ലെങ്കിൽ സോനാ മസൂരിയുടെ റോ റൈസ് ആയാലും മതി. അത് നോർമലി 5 to 6 hours സോക്ക് ചെയ്താലും മതി. പക്ഷെ ഞാനിവിടെ 8 hours ഇട്ടത് മിനിമം ഇട്ടതിൻ്റെ കാരണം അത് നല്ല ഫ്ലഫി ആയിട്ട് ഉള്ള വെള്ളയപ്പം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ വേണ്ടതായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അതായത് 1.5 കപ്സ് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. അത് ഈ പറഞ്ഞ പോലെയാണ് 2 കപ്പ് അരിക്ക് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളയപ്പത്തിന് കോക്കനട്ട് കൂടുന്നതിനനുസരിച്ച് പിന്നെ അതിൻ്റെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാനിവിടെ 1.5 കപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് പച്ചരി ചോറാണ് വേണ്ടത്. അത് നിങ്ങളുടെ കയ്യിൽ ഏത് റൈസ്, ഇപ്പം ഏത് റൈസാണ് കയ്യിലുള്ളത്, ഈവൻ ബസ്മതി റൈസ് ആയാലും കൊള്ളാം, 1 കപ്പ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ടെൻഡർ കോക്കനട്ട് കരിക്കും വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി കരിക്കും വെള്ളം ഇല്ല എങ്കിൽ നമ്മൾക്ക് പച്ചവെള്ളം യൂസ് ചെയ്യാം. ഇതൊരു 1.5 കപ്പ് കരിക്കും വെള്ളമുണ്ട്. പിന്നെ കരിക്കും വെള്ളം ഞാൻ പറഞ്ഞല്ലോ, കരിക്കും വെള്ളം ഞാൻ കുറച്ച് നേരം ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. കാരണം ചൂട് വെള്ളത്താണ് ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഈ ഫെർമെൻറ്റേഷനും അത് നല്ലതായിട്ട് വരാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്ത സാധനം ഈ കോക്കനട്ട് വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈഡ് ഈസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പം അതുപോലെ പിന്നെ ഒരു 4 or 5 അത് ചുമന്നുള്ളിയുടെ വലിപ്പം അനുസരിച്ച് അത് യൂസ് ചെയ്യുക. പിന്നെ 3 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ഹോൾ ജീരകം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ. ഇപ്പം അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഷുഗറും ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഈ അരി നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ച് എടുക്കാം. അത് നല്ലതായിട്ട് അരയ്ക്കണം. അതായത് ഈ അരിതാ മിക്സിയിൽ ഞാനിട്ടു. വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇതിടാം. അതല്ല എങ്കിൽ നമുക്ക് 2ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അരി ഞാൻ ജാറിലിട്ടു. അത് കഴിഞ്ഞ ശേഷം ഈ കോക്കനട്ട് വാട്ടറില്ലേ, അതിൻ്റെ ഏകദേശം, അതായത് ഞാൻ 1.5 കപ്പ് കോക്കനട്ട് വാട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്, ടെൻഡർ കോക്കനട്ട് വാട്ടർ. അത് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ഞാനിപ്പോൾ ഒഴിക്കുകയാണ്. 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് അരച്ചിട്ട് വരട്ടെ. ഞാനൊന്ന് അരച്ചു, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ തരിയുണ്ട്, ഒന്നുകൂടെ ഒന്ന് സ്മൂത്തായിട്ട് അരയ്ക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് ടെൻഡർ കോക്കനട്ട് വാട്ടറൂടെ യൂസ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ട് അരച്ചിട്ട് ഞാൻ വരാവേ. ഞാൻ മാവ് നന്നായിട്ട് അരച്ചത് ഞാൻ 2 കപ്പ് റൈസ് ഒന്നിച്ച് ജാറിലിട്ട് അരയ്ക്കുക. അതാണ് മാവ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ
കൺസിസ്റ്റൻസി കണ്ട. ഏകദേശം 1.5 കപ്പിൻ്റെ കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കപ്പോളം ഇത് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതല്ല എങ്കിൽ നമുക്ക് വാട്ടറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി തണുപ്പല്ല, ചെറിയ തണുപ്പോടുകൂടിയുള്ള വെള്ളം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് നല്ലത്. അരി നമ്മൾ അരച്ച അതേ ജാറിൽ തന്നെ കഴുകേണ്ട ആവശ്യമില്ല. ഞാൻ 1.5 കപ്പ് കോക്കനട്ട് ആദ്യം ഇടുന്നു. അതുപോലെ കോക്കനട്ട് ഒത്തിരി എന്താ പറയുക, നമ്മൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈറ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറിലുള്ള അപ്പം കിട്ടുമേ. അത് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പച്ചരി വേവിച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് ഏകദേശം 1 കപ്പ് പച്ചരി റൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 കപ്പും സ്വല്പം കൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ കുക്ക് ചെയ്താൽ നമുക്ക് 1 കപ്പ് റൈസ് കിട്ടും. പിന്നെ അതിലേക്ക് 3 വെളുത്തുള്ളി, ഞാൻ ഓൾറെഡി പറഞ്ഞു വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു, ചുമന്നുള്ളി, ജീരകം, ദെൻ ഈസ്റ്റ്. കോക്കനട്ട് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി ഈസ്റ്റ് യൂസ് ചെയ്യുന്നില്ല, 1/4 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗറും സോൾട്ടും ഇപ്പം ഇത്രയും മതി. പിന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മളുടെ കയ്യിലിരുന്ന ബാക്കിയിരുന്നതായ കോക്കനട്ട് വാട്ടർ ഏകദേശം 1/2 കപ്പ് അതുകൂടെ ചേർത്തിട്ട് ഇത് എഗെയിൻ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫൈനായിട്ട് അരയ്ക്കരുത്, ഒരു തരിതരിപ്പോടുകൂടെ അരയ്ക്കണം. ശരി, ഞാനപ്പോൾ ഇത് തരിതരിപ്പായിട്ട് അരച്ചിട്ട് വരാം. ഞാനത് അരച്ചെടുത്തു. ഒരു കുറച്ചുകൂടെ കുറച്ചേറെ തരിയുണ്ട് ഇതിനകത്ത്. അത് ഒന്നുകൂടെ ഞാനൊന്ന് അരച്ചിട്ട് വരാവേ. ഞാനിത് നന്നായിട്ടല്ല, ഇതാണ് പരുവം. ഇടയ്ക്കിടയ്ക്ക് കാണാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ടല്ലേ, ഇടയ്ക്ക് ചെറിയ സ്മോൾ ആയിട്ട് തരിതരിപ്പായിട്ട് അരച്ചതാണ്. ഇനിയും നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അരച്ചു വെച്ചിരുന്നതായ ആ അരിയിലേക്ക് ഈ അരച്ച സാധനം ഒഴിക്കുക. അത് കംപ്ലീറ്റ് ഇതിലെ നമ്മുടെ അരച്ചതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൈ നല്ലതായിട്ട് ക്ലീൻ ആയിരിക്കണം, ഒരു ഡേർട്ട് ഉണ്ടാകാൻ പാടില്ല. നല്ല കൈ കൊണ്ട് നന്നായിട്ട് ഇത് കമ്പൈൻ ചെയ്യുക. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 സെക്കൻഡ്സ് 1 മിനിറ്റ് വരെ ആയാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിൻ്റെതായ പരുവം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തു. ഇനിയും നമുക്ക് ഇതെന്താണ്, മിനിമം 8 അവേഴ്സോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഈ പാത്രം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മൂടരുത്. കാരണം അത് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ അത് പുറത്ത് പോകാനുള്ളതായ സാധ്യതയുണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിൽ ഒന്നിൽ ഇങ്ങനെ ഈ രീതിയിൽ
ഓപ്പൺ ആയിട്ടൊരു ക്വാർട്ടർ പോർഷൻ ക്വാർട്ടറുണ്ട്, അത് വെക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നെറ്റോ അരിപ്പ പോലുള്ള സാധനം മൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാനിത് മൈക്രോവേവ് അവൻ്റെ കവറാണ്, ഈ ഫുഡ് ചൂടാക്കുന്ന കവറാണ് യൂസ് ചെയ്യുന്നത് നോർമലി. അതിങ്ങനെ വെക്കും ഒരു 8 hours അത് ചെയ്യാം. അതല്ല ഇതുമല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ക്ലിങ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു നന്നായിട്ട് കവർ ചെയ്ത് ഒരു ഓപ്പണിങ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന, കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ മൂടി വെക്കുക. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എൻ്റെ ഇത് വെച്ചാണ്, മൈക്രോവേവിൻ്റെ ഈ യൂസ് വെച്ച് ഇത് വെച്ചാണ് ഞാൻ കവർ ചെയ്ത് 8 hours. നമ്മൾ അരച്ചു വെച്ച മാവ് നന്നായിട്ട് ഒരു 7 hours കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ മാവ് അരച്ച് ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അവനവൻ്റെ ആവശ്യത്തിന് ഉള്ളതായ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുക, അതുപോലെ സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടിൻ്റെ മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ ഞങ്ങൾക്ക് അല്പം മധുരത്തിൻ്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാനൊരു 2 tablespoon ഷുഗർ ഇതിനോട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഞാനിവിടെ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ തവ എടുത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടായിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഏതെങ്കിലും ഓയിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യും. അതിലേക്ക് നമുക്ക് അപ്പം ഒഴിച്ചിട്ട് വലുതായിട്ട് നമ്മളങ്ങ് സ്പ്രെഡ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഈ വലിപ്പം മതിയേ. ഇതിൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഹോൾ ഇങ്ങനെ വരും. കണ്ട ചെറിയ ചെറിയ ഹോൾ വരുന്നത് കണ്ട. ഞാനത് തിരിച്ചിട്ട് 2 മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചുട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത്തിരി പരത്താതെ ജസ്റ്റ് ഒന്ന്. ഇവിടെ വെള്ളയപ്പം തയ്യാറായിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യണം. പിന്നെ ശരിക്കും എന്താ പറയുന്നത്, ഈ ശരിക്കും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇതിൻ്റെ കൂടെ എന്താ പറയുന്നത് കറി എന്താണെന്ന് ചോദിച്ചാൽ ഫിഷ് മോൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ചിക്കൻ മപ്പാസ്, എഗ് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, പിന്നെ നോൺ വെജ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കടല, പീസ് കറി, വെജിറ്റബിൾ കുറുമ, എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ശരിക്കും നല്ല സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. എന്നിട്ട് കമൻറ്റ് പറയാൻ വേണ്ട സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.